കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ്. ആദിത്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 മിഥുനമാസം 32-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം. ഈ കർക്കിടക രവി സംക്രമമാണ് സൂര്യൻ്റെ കർക്കിടക രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത്. രാമായണ മാസാരംഭമാണ്. പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും. രാമായണത്തെ, വാൽമീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു. അപ്രകാരം തന്നെ കമ്പരാമായണം, ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്. രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവമുള്ള നീക്കമായിരുന്നു വാൽമീകി തൻ്റെ ശ്ലോകാരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം, അനന്തകാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കവിയുടെ ആത്മധൈര്യമാകുന്നു. തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ്, അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും. പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ 4 ശ്ലോകത്തിൽ, ഒരൊറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ മഥനം ഏതദ്ധി രാമായണം. ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത. ഏതായാലും ഈ രാമായണ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കർക്കിടക മാസം. ഇത് കർക്കിടക മാസം 32ഓളം ദിനങ്ങൾ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അതാണ് കർക്കിടക മാസം. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല. കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ല ഒരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശേച്ച് സംയുജ്യത. തീഷ്ണ, അദ്ദേഹം ആ ആദിത്യൻ്റെ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ. ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല. ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വമില്ലാത്തവൻ, ധനമില്ലാത്തവൻ ദരിദ്രനാണ്. പരകാര്യകൃത്, പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത്. അന്യന് വേണ്ടി ജോലി ചെയ്യുക, അന്യനെ സേവിക്കുക. അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമവധ ക്ലേശഹി സംയുജ്യതേ. ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി. ശ്രമവധ, വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും. പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും.
കുറ്റവാസന, കുറ്റരതി, പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പാപഗ്രഹമാണെങ്കിലും സാത്വിക ഗ്രഹത്തിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സൂര്യനും ചൊവ്വയും 6, 3, 9 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട്. അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവാശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനു മുമ്പ് ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് കുംഭൻ രാശിക്കാർക്ക് ആധിപത്യം നൽകുന്നതെന്ന് ചിന്തിക്കണം. കുംഭൻ രാശിക്കാർക്ക് അവരുടെ 7-ാം ഭാവം, ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. എന്താണ് 7-ാം ഭാവം? വിവാഹം, ഭാര്യാഭർത്തൃബന്ധം, യാത്ര, ഇതൊക്കെയാണ് 7-ാം ഭാവം ചിന്തിക്കേണ്ടത്. ഇവിടെ സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 6-ാം ഭാവം ശത്രുഭാവമാണ്. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. വിവാഹപതിയായ ഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവായിട്ട് വരുന്ന സമയമാണ്. അതിനാൽ ദാമ്പത്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം കുംഭൻ രാശിക്കാർ, അല്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ വരും. അച്ഛനും ശത്രുവായി വരുന്ന സമയമാണ്. 6-ൽ ചന്ദ്രൻ വന്നാൽ അമ്മ ശത്രുവാവും, അമ്മയെ ശുശ്രൂഷിക്കാനുള്ള യോഗം ലഭിക്കില്ല എന്നാണ് ഫലം. അപ്രകാരം 6-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ അച്ഛനെ ശത്രുവാക്കുക, അച്ഛനെ ശുശ്രൂഷിക്കുവാനുള്ള യോഗം കുറയുക, അച്ഛൻ്റെ ശുശ്രൂഷ തനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, താൻ പലപ്പോഴും സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബം മാറി നിന്നാൽ അച്ഛൻ മറ്റൊരു വീട്ടിലുള്ളപ്പോൾ അച്ഛൻ പരിഭവം പറയും, എടാ മോനെ നീ കാണുന്നില്ല, വരുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്ന വിഷയം സംസാരിക്കും. അതിനാൽ പിതൃവിഷയത്തിൽ ജാഗ്രത പാലിക്കുക. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിഭി പ്രീതം വിധത്യ തയോഹോ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ാം ഭാവത്തിൽ സൂര്യനും അല്ലെങ്കിൽ ചന്ദ്രനും നിൽക്കുമ്പോൾ ശുശ്രൂഷ, തൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക, ശ്രോതമിച്ച ശുശ്രൂഷ എന്നാണ് ഫലം. അവർ പറയുന്നത് ശ്രദ്ധിക്കുക. അർത്ഥം, ധനം വേണമെങ്കിൽ ധനം കൊടുക്കുക. സമർപ്പണം, മരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും അവർക്ക് ബലികർമാദികൾ ചെയ്യുക. പ്രത്യേകിച്ച് കർക്കിടക മാസം ബലികർമ്മ മാസമാണ്. അതിനാൽ പിതൃക്കളുടെ കർമ്മം വളരെ ഭംഗിയായി ആചരിക്കുക. ഇക്കാലത്ത് ഹൈന്ദവർ വളരെയധികം ഉണർന്നു കഴിഞ്ഞു. അവർ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാൻ മൈലുകൾ, കിലോമീറ്ററുകളൊക്കെ താണ്ടി എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? സ്വന്തം നാട്ടിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ദുബായിലുള്ള സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ കർക്കിടക മാസം പിതൃകർമ്മം ചെയ്യാനായി തിരുനെല്ലിയിലേക്ക് പോകാൻ അദ്ദേഹം വരുന്നുണ്ടെന്ന് എന്നോട് സംസാരിച്ചു ഇന്നലെ. അങ്ങനെ പിതൃകർമ്മം ചെയ്യുവാനുള്ള അസുലഭമായ അന്തരീക്ഷമാണ്. അതിലൂടെ സന്താനങ്ങൾക്കെല്ലാം ശ്രേയസ്സും ലഭിക്കുന്നു. പ്രീതാ പ്രേതാസ്ത്വമീബിർ വിദധതി സകലാഹ സമ്പതി സന്തതിശ്ച. പ്രേതങ്ങൾ സന്തുഷ്ടരായാൽ എല്ലാ ഐശ്വര്യവും അടുത്ത തലമുറയ്ക്ക് ജനറേഷന് ചെയ്യുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അതിനാൽ പിതൃകർമ്മം ഒരു പുണ്യകർമ്മമായി ചെയ്യുക. ഇവിടെ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ബലവാനാകും, ശത്രുക്കളെ നശിപ്പിക്കുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ 6-ാം ഭാവം ഉപജയരാശിയാണ്. അവിടെ പാപഗ്രഹങ്ങൾക്ക് വളരെയധികം ബലമാണ്. അതിനാൽ ശത്രുനാശത്തിന് ഏറ്റവും നല്ല മാസമാണ് കുംഭൻ രാശിക്കാർ. അപ്രകാരം തന്നെ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, രിവുധ്വംസകൃത് ഭാസ്കരോ യശ്യഷ്ഠേ തനോദിവ്യയം രാജതോ മിത്രോതോവ. 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും. തനോദിവ്യയം രാജതോ മിത്രോതോവ. തൻ്റെ ധാരാളം കാശ് രാജാവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൊണ്ടുപോകും. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എഴുത്തുകുത്തുകളും, ടാക്സ് പേപ്പറുകൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കുലേ മാതുരാപ ചതുഷ്പാദയവ. അമ്മയുടെ കുലത്തിൽ നാൽക്കാലികളെ കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ അമ്മ ഗൃഹത്തിലൊക്കെ പോയി വരുമ്പോൾ, തറവാട്ടിൽ പോയി വരുമ്പോഴൊക്കെ ജാഗ്രത പാലിക്കണം നാൽക്കാലികളെ കൊണ്ട്. ഇന്ന് നാൽക്കാലികൾ എന്നാൽ 4 കാലുള്ളവയാണ്, വാഹനങ്ങളാണ്. സൂക്ഷ്മമായി ഡ്രൈവ് ചെയ്യുക. പ്രയാണേ നിഷാദേർ വിഷാദം ലഭ്യത. വഴിയിൽ വെച്ച് ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ അസമയത്തുള്ള യാത്ര വേണ്ട. കുംഭൻ രാശിക്കാർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു മാസം.
പക്ഷേ ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം. ശാരീരികമായി കുംഭൻ രാശിക്ക് ഒരു പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നുണ്ട്. ഹൃദ്രോഗമെന്ന് രോഗസ്ഥാനത്ത് സൂര്യൻ വരുമ്പോൾ ഹാർട്ട് വാളുകളെ ശ്രദ്ധിക്കണം, കൊളസ്ട്രോൾ ശ്രദ്ധിക്കണം, ഹൃദയം ശ്രദ്ധിക്കണം. അപ്രകാരം സൂര്യൻ അസ്ഥികാരകനാണ്. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, എല്ലിന് പരിക്കുകൾ പറ്റുക, ഫ്രാക്ചറുകൾ പാദങ്ങൾക്ക് വരിക, ഘനമുള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ അവിടെ സൂര്യൻ ഉണ്ടാക്കും. കുംഭൻ രാശിക്കാർക്ക് ശാരീരിക വിഷയം ജാഗ്രത പാലിക്കുക. എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.